പ്രായത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ബഹുമാനിക്കുകയും ചെയ്യണം, ഒരു ഉമ്മ കൊടുക്കുകയും വേണം. കാർ ക്ലിനിക് കിളിയന്തരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ പ്രായത്തിൽ മൂത്തതാണ്, ബഹുമാനിക്കണം. 1983 മോഡല് വണ്ടിയാണുള്ളത്. ആ വണ്ടിയെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി. ആ ഇരിക്കുന്ന ആൾക്കാർ വേറെയാണ്. നമ്മളിപ്പം 2 വണ്ടിക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ അത്യാവശ്യം എന്നാ പറയുക 1983 മോഡല് മഹേന്ദ്രയുടെ ജീപ്പിലാണ് പോകുന്നത്. എന്നാലും നമുക്ക് എങ്ങനെ അടിച്ചു പൊളിക്കാം. നമുക്ക് ഓഫ് റോഡ് വീഡിയോ ചെയ്യുകയാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം നോക്കാം. വണ്ടിയുടെ റിവ്യൂ നമുക്ക് അവിടെ വെച്ച് ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും അജിത്ത് എന്ന പേരുള്ള നമ്മുടെ ഒരു അജിത്തിൻ്റെ വണ്ടിയാണ്. എന്നാ പറയുക 1983 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഏകദേശം ആദ്യത്തെ വണ്ടികളിൽപ്പെട്ട വണ്ടിയാണ്. ഈ നമ്പർ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അത്യാവശ്യം റിന്യൂവലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓവർ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നൈസായിട്ടുള്ള വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 4 വീലർ വണ്ടിയാണ്. എന്നാലും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഓഫ് റോഡ് വീഡിയോ ആണെന്ന് നേരത്തെ പറഞ്ഞു. എന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് നമ്മൾ കോൾ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ്. നമ്മുടെ തന്നെ നാട്ടിലെ കച്ചേരിക്കടവ് മുടിക്കയം വശത്തുള്ള ഒരു സ്ഥലമാണിത്. പറക്കാമലത്തട്ടെന്നും കണ്ടു പറയും. എന്നാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ വ്യൂസ് കാണാം. കണ്ടില്ലേ, ഇത് കണ്ടില്ല, അതിമനോഹരമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതിമനോഹരം, പുഴ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ ഫോറസ്റ്റ് ഏരിയ ആണ്, അങ്ങോട്ട് കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാ പറയുക, നമ്മുടെ കശുമാവൊക്കെയുള്ള പണ്ട് കാലത്തെ എന്നാ പറയുക അണ്ടി കാര്യങ്ങൾ, പല നാട്ടിൽ പല പേരാണ്. ഈ കശുമാവ് എന്ന് പറയുന്ന ഈ സാധനമാണ്, ഈ മുമ്പിൽ കാണുന്ന ഈ വെച്ചേക്കുന്ന സാധനമാണ് കശുമാവ് എന്ന് പറയുന്നത്. അന്നേരം അതിൻ്റെയൊക്കെ വലിയ ഏരിയ ആണ്. ഇപ്പോൾ കൂടുതൽ റബ്ബറാണ്, എന്നാലും ഫുൾ അടിപൊളി ഏരിയ ആണ്. കണ്ടില്ലേ, കർണാടകത്തിൻ്റെ ഫോറസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതിമനോഹരമാണ്. പല പല ക്രഷറുകൾ കാണാം. എന്നാലും നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ആദ്യം ഒന്ന് പ്രായത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ബഹുമാനിക്കുകയും ചെയ്യണം, ഒരു ഉമ്മ കൊടുക്കുകയും വേണം. അതായത് 83 മോഡലാണ്. എന്നേക്കാളും ഏകദേശം 5 വയസ്സ് മൂത്താണ്. ഞാൻ 88-ലുള്ളതാണ്. എന്നാലും നമ്മളെക്കാളും മൂത്താണ്. പക്ഷേ ഇതിൻ്റെ എന്നാ പറയുക, നല്ല പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. 4 വീൽ ഡ്രൈവ് ഒന്നും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ വരും. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുന്നുപ്രദേശമാണ് ഈ വശം. അന്നേരം ഇത് നമ്മുടെ ഫ്രണ്ടാണ്. അന്നേരം വേറെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. 4 വീൽ ഡ്രൈവുള്ള ഈ മോഡൽ വണ്ടികളുണ്ട്. നമുക്ക് ഓരോരോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, അന്നേരം നമുക്ക് ഇനി ബാക്കിയുള്ള റോഡ് കാര്യങ്ങളൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വശത്ത് പോകുന്നത്. നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ,
അന്നേരം ഇത് 4-wheel drive ആണ് വണ്ടി. 4-wheel drive ആണ്. അത്യാവശ്യം നല്ല സാധാരണ യൂസിന് ഓഫ് റോഡിന് പോകാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൈഡ് ആണെങ്കിൽ വുഡ് ആണെങ്കിൽ മടക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു എന്നാ പറയാ ഇങ്ങനത്തെ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഏറ്റവും സൂപ്പറാണ്. അത്യാവശ്യം ഇതിന്റെ ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ മുമ്പോട്ടാണ്. റിവേഴ്സ് ഗിയർ മുമ്പോട്ടാണ് ഇത് യൂസ് ചെയ്യാത്തത്. സൗണ്ട് തന്നെ നോക്ക്, എന്നാ സൗണ്ടും കാര്യങ്ങളും നല്ല അടിപൊളി സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. പ്രായത്തിന്റെ ഒറ്റ ആവശ്യതയില്ലാതെ തന്നെ ഇത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ കയറ്റത്തിന് മുകളിലാണ്. അതായത് നമുക്ക് ഇനി ഒന്ന് നോക്കാം, ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അന്നേരം അടിപൊളിയാണ്. സ്റ്റീറിംഗ് ഒക്കെ ഓവർ പ്ലേ കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട്. എന്നാലും നമുക്ക് ഇതിന്റെ 4 വീലും കൂടി നമുക്ക് പലർക്കും അറിയത്തില്ല. 4 വീലും കൂടി നമുക്ക് നോക്കാം. റിവേഴ്സ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലോട്ടാണ്. അന്നേരം ഫസ്റ്റ് ഗിയർ ഇട്ടു. അന്നേരം 4 വീലിന്റെ ഗിയറിൽ ഇത് ഫസ്റ്റ് ഗിയർ മാറ്റുവാണ്. ആദ്യത്തെ നമ്മൾ താഴോട്ട് വെച്ചു, അതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ചു. ഈ 4-wheel ഡ്രൈവിന്റെ ഇത് പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അടിപൊളി കേട്ടോ. 4-wheel ഡ്രൈവിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഇതാട്ടാ, എന്നാ കൂളായിട്ടാ കയറുന്നതെന്ന് നോക്കിക്കേ. ഒരു രക്ഷയില്ല, നല്ല ഫീലിംഗ്. എന്താ പറയാ, ഇതെല്ലാം പറഞ്ഞ വിജനമായ സ്ഥലമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു MLA വന്ന പിന്നെ ഒരു റോഡും ടാർ ചെയ്യാത്തില്ല. എല്ലാ കുന്നും മലയും എല്ലാം ടാർ ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ MLA ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഓഫ് റോഡൊന്നും പോകാൻ സ്ഥലമില്ല, എല്ലാം ടാറിങ്ങാ. അന്നേരം നമ്മളെ ഈ റോഡിൻ്റെ എൻഡ് വരെ എത്തി. അന്നേരം ഇവിടെ ക്രഷറ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. കയറിയാൽ മോശമല്ലേ, അതുകൊണ്ട് കയറുന്നില്ല. അന്നേരം എന്നാ പറയുക, നമ്മളെ ഇപ്പം 2-3 അടിപൊളി സ്ഥലം കൂടിയുണ്ട്. അന്നേരം അതും കൂടി ഇതാക്കാം. ഒരു വ്യത്യസ്തമായ വീഡിയോ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ട്. അതായത് നോക്ക്, അലനുണ്ട്, സമീറുണ്ട്, ക്യാമറമാൻ സമീറുണ്ട്, അജിത്തുണ്ട്, പ്രതാപേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരു അടിപൊളി ഓഫ് റോഡിൻ്റെ ഇതിലാണ് വന്നതാണ്. അന്നേരം ആദ്യത്തെ ഓഫ് റോഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചില തെറ്റുകുറ്റകൾ കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അന്നേരം നമുക്ക് ബാക്കി എന്നാ പറയുക, നമ്മൾ നട്ടുച്ചയ്ക്കാണ് വന്നത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും ആണെങ്കിൽ ഇവിടെ ഫുള്ള് കോടമഞ്ഞും എല്ലാം പ്രത്യേക ഒരു രസമാണ്. അന്നേരം നമ്മൾ ഫുഡെല്ലാം മേടിച്ചിട്ടാണ് വന്നത്. അന്നേരം നമുക്ക് അടിച്ചു പൊളിക്കാം. ബാ. അന്നേരം നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത്, ഞാൻ ആദ്യമായിട്ടുണ്ട് ഫുഡ്, നമ്മളെല്ലാം ആദ്യമായിട്ടേ വന്നതാണ്. ജീപ്പിൻ്റെ പവർ എങ്ങനെയുണ്ട്? അടിപൊളി, രക്ഷയില്ലാത്ത പാത. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് പേര് എന്താ പറയുക, വെയിലത്തെ വീഡിയോ എടുത്ത് നടന്നു വന്നുകൊണ്ടാണ് ഇപ്പോൾ വേർതിരിക്കുന്നത്. അന്നേരം നമ്മൾ ഇപ്പം കയറി വന്നാൽ ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി ഡ്രസ്സാ പുറത്താണ്, താഴെയാണ് വെച്ചേക്കുന്നത്. റോഡ് ഫുള്ള് വെള്ളമാണ്. ചൂടല്ലേ?